ജോലിയെല്ലാം കഴിഞ്ഞാ? പപ്പടം കൂടെ ചിട്ട തീർന്നു. പപ്പടം ആയി. ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് തീർന്നു. പപ്പടം ഞാൻ പൊള്ളിച്ച് സഹായിക്കണ? വേണ്ട, പപ്പടം നല്ലോണം പൊള്ളിക്കാൻ എനിക്കറിയാം. ഞാൻ കണ്ട്. ഇന്ത്യയുടെ എല്ലാം റെഡിയായത്. ഞാനിവിടെ സഹായിച്ചിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ തീർന്നേനെ. ഞാൻ അത്തപ്പൂ ഇടാൻ പോയിട്ടല്ലേ. സാമ്പാർ. ഓക്കെ. ഇതെന്തായിരുന്നു? ഇത് അടപ്രഥമൻ. അടപ്പായസം ഇല്ലേ? കാണാക്കത്തില്ലേ? ഇത് അടപ്രഥമൻ. ഇത് വെർമസിലി. 2 വയസ്സുണ്ടോ? 2 അല്ല 3. ഇത് കടല പായസം. ചേട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയും വരും. അവർക്കും ഫാമിലിയും വരും. ഇത് സാമ്പാർ കാണിച്ചതല്ലേ? ഇത് പുളിശ്ശേരി. ഇത് പച്ചടി. വെള്ളരിക്ക പച്ചടി. ഇത് അവിയല്. തുറന്നു നോക്കണം, എനിക്കൊന്നും ഓർമ്മയില്ല എന്തൊക്കെയാണ്. ഇത് മുട്ടക്കോസ് തോരൻ. ഇത് കിച്ചടി. ബീട്രൂട്ട് കിച്ചടി. ഇതെന്തുവാ? ഇത് പാവയ്ക്ക തോരൻ. പിന്നെ ഒരു കറിയും കൂടെ ഉണ്ട്. ഉണ്ട്. ഇത് പരിപ്പ്. ഇനി ഒരു കറിയും കൂടെ ഉണ്ട്. ഞാൻ പറയണോ? അപ്പൊ എല്ലാം സെറ്റായല്ലോ. ഇത് തീയല്. അടിപൊളി. സെറ്റായി. പപ്പടം പൊള്ളിച്ചു. എല്ലായി. ഓക്കെ. ഇന്നെല്ലാം അവർ വരുമ്പോഴത്തേക്ക് വിളമ്പായിരുന്നു. ഞാൻ ഈ സാരി ഉടുത്തോണ്ട് നിന്നൊന്നും അല്ല ചെയ്തത്. ഞാൻ ഇപ്പം വീഡിയോ എടുക്കാനായിട്ട് ചെയ്തതാ. ഇനി ഇത് ഇത്രയും ഊരിയിട്ടിട്ട് വേറെ ചുരിദാർ എടുത്തിട്ടോട്ട് വേണം അടുത്ത ഇതിനകത്തോട്ടിട്ട് വിളമ്പാനൊക്കെ പോകുമ്പോഴത്തേക്ക് ചുരിദാർ അത്തപ്പൂ കണ്ട. രാവിലെ ഞാൻ ഇട്ടത്തപ്പൂവാ. രാവിലെ ഞാൻ ഇട്ടത്തപ്പൂ. ചുമ്മാ ഞാനല്ല ഇട്ട. അവരും 4 പേരും കൂടെ അത്തപ്പൂ ഇട്ട് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുമായിരുന്നു. അതെടുത്തോണ്ട് ഇതായിരുന്നു. എന്നിട്ട് അടുക്കള മൊത്തം ഞാനായിരുന്നു. അയ്യോ, ചോറ് കാണിച്ചില്ല. ചോറ് കാണിക്കാൻ. അവര് വരുന്നത് നോക്കിയാണ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവോണ ദിവസം കേട്ടോ. തിരുവോണ ദിവസത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ 11:30 മണിയായി. അന്നേരമാണ് ഇൻട്രോ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. ഇത്രയും നേരം സമയമില്ലായിരുന്നു, ഓട്ടപ്പാച്ചിലായിരുന്നു. അപ്പോഴത്തേക്ക് ചേട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയും കൂടെ നമ്മളെ വീട്ടിലാണ് ഒരു ഓണം കൊള്ളാൻ വരുന്നത്. അവർ എല്ലാ വർഷവും നമ്മളെ വീട്ടിലാണ് വരുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം വന്നില്ലായിരുന്നു, അച്ഛൻ്റെയൊക്കെ മരണമല്ലായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ വർഷം അവർ വന്നിട്ടില്ല. പിന്നെ ഈ വർഷം അവരിപ്പോൾ എത്തും. അന്നേരം രാവിലെ എല്ലാം ആയി. സദ്യയാണ്, തിരുവോണ ദിവസം സദ്യയാണല്ലേ. സദ്യയാണ്. 3 കൂട്ടം പായസമുണ്ട്. പിന്നെ എല്ലാം ഒരുവിധം എല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന കണക്ക് ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ അത്തപ്പൂ ഇട്ടിട്ടുണ്ട്. കണ്ടേ, ഇതാണ് നമ്മൾ അത്തപ്പൂ. കണ്ടേ, ഇത് അമലും അമരിയും ചേട്ടനും അമ്മിമോനും കൂടെ ഒക്കെ ഇട്ടേ അത്തപ്പൂ. ചേട്ടനൊക്കെ സഹായിച്ചു കൊടുത്തു. അവരാണ് എല്ലാം സെറ്റ് ചെയ്തത്. എല്ലാം പോയി. ഓക്കെ, എന്നാൽ ഇനി ഞാൻ പോയി മാറ്റി വേറൊരു ഡ്രസ്സ് എടുത്തിടട്ടെ. അവർക്ക് സദ്യയൊക്കെ വിളമ്പുമ്പോഴത്തേക്ക് പറ്റൂല ഇതിനകത്ത് നിൽക്കാൻ. പെട്ടെന്ന് മാറട്ടെ. വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാവരും എത്തിയെന്ന് തോന്നേട്ടാ. ഇരട്ടകളുണ്ട്, കണക്കുണ്ട്. 2 പേരും അപ്പുറം ഇപ്പുറം ഇരിക്കുകയാണെങ്കിൽ ഇരട്ടകളെ കണക്കില്ല. രണ്ടുപേരും ഒരേപോലെ ഇട് ഷാള് തലയിൽ. എന്നിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ
ഇങ്ങോട്ടോട് നോക്കിക്കോടി. ഇയാളിരിക്കാത്ത ഇയാൾ കൂടി ഇരി. മോനും കൂടി ഇരി. നീ ഇവിടെ 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 പോ ഇവിടെ പോ. ഇവിടെയും വന്നില്ല. മറ്റേ പാസ്പോർട്ട് സാധനം വിളിക്കേണ്ടി വരും. അങ്ങോട്ട് തിരിച്ചറിയാൻ വയ്യണ്ടേ? തിരിച്ചറിയാൻ വയ്യ. ഒന്നും പറയണ്ട. ഞാൻ 5 പടി വരെ കയറില്ല, ഇറങ്ങാൻ വയ്യ. ട്രെയിനിങ് ഉണ്ടായിരുന്നു ഒത്തിരി പേർക്ക്. അപ്പൊ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ചിലര് കയറും, പിന്നെ അയാളെ പിറകെ പോയിട്ട് പിന്നെ ഞാൻ കാണിച്ചു കൊടുക്കും. ഈ പഞ്ചായത്തിന്റെ തെങ്ങേറ്റുണ്ടല്ലേ, ഇപ്പൊ വന്നത് കൊള്ളാം കേട്ടോ. എല്ലാം മറ്റേ കിറ്റാച്ചിന്റെ കണക്ക് നമുക്ക് റാഡാണ് കേറി പോണ പപ്പൻ മോള് ജിമ്മിനൊക്കെ പോകുമ്പോഴേ യെസ്. കുഴപ്പമില്ല, പക്ഷെ മൊത്തം ഫിനിഷ് ചെയ്യണം. ഏതാ ഫിനിഷ് ചെയ്ത് ഇവിടെ പശുവില്ല. അയ്യോ കൊച്ചിനെ ബിഗ് ബോസിൽ ആരെങ്കിലും ഇവിടെ അവളെ വിളിക്കുന്ന രേണുസൂതി എന്നാണ്. അവൾക്ക് രേണുസൂതി. നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഇരിക്കല്ലേ, ഞങ്ങൾ രണ്ടുപേരും വേണു തോന്നിയല്ല. നോക്കി ദൂരം കണ്ടുപിടിക്കാതിരിക്കുക. തൂത്ത് മാറ്റി പറയല്ലേ. അങ്ങോട്ട് പോകാൻ അടിച്ചിട്ടുണ്ടാവും നമ്മളെ. ഒന്നും കേട്ടില്ല. എന്തെല്ലാം ഒന്നും കേൾക്കാൻ വയ്യായിരുന്നു. ശരിയായിരുന്നു. തെറ്റൊക്കെ നല്ലതാണ്. ഓണാക്ട് ചെയ്യാം. ചെയ് എന്നാ ചെയ്. അയാൾ ചെയ്. ചെയ് അനൗൺസ് ചെയ്. അടുത്തതായി
ആ പറ അടുത്തതായി മത്സരത്തിൽ ജില്ലയിലെ മത്സരത്തിൽ പ്രൈസ് മേടിച്ച വേണ്ടേ സോളജി മാറ്റി നോക്കും. സ്ത്രീ അബലയല്ല, പ്രതികരണശേഷിയുടെ മൂർത്ത രൂപമാണ്. ഹീയഴിച്ചിട്ട മുടിയുമായി ദ്രൗപതിയെ പോലെ എന്നും എക്കാലവും എല്ലാ പുരുഷാധികാരത്തിന്റെയും എല്ലാ ധർമ്മങ്ങളുടെയും എല്ലാ യുദ്ധങ്ങളുടെയും ഓടുന്നത് പഠിക്കണം. ഓടിവാ 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 ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു കസേര ഓട് ഓട് അവിടെ ഒരു കസേര എടുക്കുന്നു ഓട് 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 ഇടിച്ചൊക്കെ കേറുന്ന കേറ് ഇല്ല ഞാൻ വീഡിയോ എടുക്കും ആദ്യമേ ഔട്ടാവും കേറേ കേറ് ഇന്നിങ്ങനെ കളിച്ചു അമരീഷ് ചേച്ചി Muhammad Mustafa Yamma. Very good. അവര് ജയിക്കണമെങ്കിൽ വേറെ ആളില്ലെങ്കിൽ അവർ ജയിക്കാൻ പറ്റുമോ?
ആ അതിനെ കോർഡിനേറ്റ് ചെയ്ത ആ പോട്ടെ തുടങ്ങി വണ്ടി ഇവിടെ കിടക്കുന്നു. അയ്യോ ഞാൻ എപ്പോഴും പറയും ഒരു ചുമപ്പ് ഇവ രണ്ടും കൂടെ പോയി മാരുതി കാറ് ഒരു വണ്ടി എടുക്കാൻ പോയതാ ഒരു വണ്ടി എടുക്കാൻ പോയതാ അത്. വേണ്ട ഒരു വർഷം കഴിഞ്ഞപ്പോഴേ ഞാൻ മണത്തറ ഭാഗത്തോട്ട് പോയപ്പോഴേ ഒരു വീട്ടില് സെറ്റപ്പ് നമ്മൾ തിരിച്ചെടുത്തില്ലല്ലോ അവനോട് പോലീസുകാർ പഞ്ചായത്തോടെ വണ്ടി പിടിച്ചിട്ട് വർഷാപ്പിട്ട കച്ചവടം ചെയ്യുന്ന വണ്ടി കച്ചവടം ഒരു വണ്ടി എടുക്കാൻ പോയതേ ഉള്ളു രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ പറഞ്ഞോ? കല്യാണത്തിന്റെ ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ പോകുന്നില്ല. ഇന്നലെ ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നാളെ റേഷൻ തിരക്കെന്ന് പറഞ്ഞേക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി ഞങ്ങളെ അന്വേഷണം പറഞ്ഞാൽ അങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കാണാൻ വരുന്നതും ടാറ്റാ. എല്ലാവർക്കും കേൾക്കാം. എവിടെ പോന്ന അമ്മി? അമ്മമ്മ വീട്ടിലോട്ട് പോണേ വരണേ. ഞങ്ങൾ ഇനി റെഡിയായിട്ട് വീട്ടിലോട്ട് പോന്നു, ഡീസൻ്റ് ലുക്കിലോട്ട്. നമ്മൾ അത്തപ്പം ഇപ്പോഴും സൂപ്പറായിട്ട് കിടപ്പുണ്ട്. അമ്മി അങ്ങ് വരുമല്ലേ? ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരാം. അവൻ്റെ അമീഷ് ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് പോന്നു. ഞങ്ങൾ ഇറങ്ങട്ടെ? പൂട്ടിയാരെ ഗേറ്റ് അടയ്ക്കോ? അതാ ഞാൻ അടയ്ക്കണോ? അങ്ങനെ ഞങ്ങൾ ഡീസൻ്റൊക്കെ വീട്ടിലോട്ട് പോകണം. മത്സരം ഇച്ചിരി അങ്ങോട്ടല്ലേ മോനെ സ്റ്റേജ്? സ്റ്റേജ് കാണാൻ പറ്റില്ല. സ്റ്റേജ് കാണാൻ പറ്റില്ല. അതെ, ഇവിടാണ് മത്സരം നടക്കുന്നത്. ഈ ലൈബ്രറിയിൽ, ശാന്തി ലൈബ്രറി. എൻ്റെ സ്റ്റേജ് അപ്പുറത്തെ സൈഡിലോട്ട്, അപ്പുറത്തെ റോഡിലോട്ട്. അമരി മോനെ, മോന് ഇതേവരെ എത്ര പ്രൈസ് ഏതിനൊക്കെയാ? അമലേഷിന് എത്ര ഉണ്ട്? എനിക്ക് ക്യാരംസ് ഡബിൾസ് ഫസ്റ്റ്, ചെസ് സെക്കൻഡ്. ചെസ് അവര് തമ്മിലായിരുന്നു ഫസ്റ്റ് സെക്കൻഡ്, ഫൈനൽ അവരായിരുന്നു. അമലേഷ് മന്ത്രിയൊക്കെ അവനങ്ങ് വെറുതെ കൊടുത്ത് ജയിച്ചോട്ടെ. അവന് കളിക്കാൻ വയ്യ, പെട്ടെന്ന് കളി നിർത്തി വീട്ടിൽ പോകാൻ. പിന്നെ ലെമനാ സ്പൂൺ കുറച്ച് ലക്ക് കൂടൊക്കെ ഏറ്റവും അവസാനം വന്നപ്പോ ചേട്ടനാണ് ഫ്രണ്ട്. ഏറ്റവും അവസാനം ഇച്ചിയും
മുറ്റത്തി. ഊട്ടി അത് കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് വീണു. അത് കഴിഞ്ഞിട്ടാണോ വീണ? ഫസ്റ്റ് മോന്റെ പേര് തന്നെ പറഞ്ഞോ? ഓക്കെ. പിന്നെ അത്തപ്പൂക്കള മത്സരം ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവസാനം പേര് കൊണ്ടുപോയി കൊടുത്ത് എന്തായാലും വലിയ മത്സരത്തിൽ പങ്കെടുക്കാന്ന് പറഞ്ഞു. അതിന്റെ റിസൾട്ട് വന്നില്ല. ഇനി മോൻ പറ, അമ്മ പറഞ്ഞോണ്ട്. എല്ലാ വർഷവും ഈ സമയത്ത് അച്ഛൻ കാത്തിരിക്കുമായിരുന്നു. നല്ല വിഷം. അമ്മ തൂക്കുന്നത് കൊണ്ട് അമ്മ റോഡിക്കത് അമ്മ തൂക്കാറിങ്ങി. അമ്മ തൂത്ത് കേട്ടാ. ആ മനസ്സിലായി. ആരോടി വരുന്നത്? ആ ഇതെവിടെ പോയി? മാറ് ഇറങ്ങ. അമിത് എവിടെ പോയി? പൊട്ടാസ് മേടിക്കാൻ പോയാ? ഈ പൂ ഇട്ടേക്കുന്നല്ലേ. ഇവിടെ തുമ്പ ഉണ്ടായിരുന്ന. പോയി തോക്ക എന്താ പൊട്ടിക്കാതെ വെച്ചോണ്ടിരുന്നത്? അപ്പൊ ഞങ്ങൾ പറഞ്ഞ് പോയി മേടിച്ച് പൊട്ടിക്ക്. ഒരെണ്ണം പുതിയത് മേടിച്ച് വെച്ചിട്ട് മറ്റേത് പൊട്ടിച്ചങ്ങനെ ഇപ്പോഴും പോയി. പിന്നെ ഇപ്പൊ എന്തിനാ പോയത്? പോയിട്ട് വന്നേ ഉള്ളൂ. മേടിച്ചോണ്ട് വന്നിട്ട് പൊട്ടിക്കാന്ന്. ചിലപ്പോ അവിടെ ചിലപ്പോ ഇല്ലെങ്കിലോ, അതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെന്നപ്പോ ഉണ്ടാ? ഉണ്ട്. ചേട്ടാ എവിടെ പോന്നു? അമലേഷ് എന്തിയേ? ഏഴര ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു കേട്ടോ. രാത്രിയിൽ ഏട്ടൻ്റെ വേറൊരു ഫ്രണ്ടും വൈഫും കൂടെ നമ്മളെ വീട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അവർ വിളിച്ചാകുമ്പോഴത്തേക്ക് അവിടുന്ന് തിരിച്ചു. അമിത് ഞങ്ങളെ കൂടെ ഉണ്ട്. എന്താ ഇതിലിരിക്കുന്നു? നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് സംസാറും ബീനയും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവരെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത് അങ്ങനെ പിന്നെ അതിനുശേഷം നമ്മൾ അവർ ഫുഡൊക്കെ കഴിച്ച് നമ്മളും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ആ ദിവസം വളരെ ഹാപ്പി ആയിട്ട് പോയി. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. ഓക്കെ, ബൈ ബൈ, സീ യു.